നിങ്ങൾ ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല കേരളം. ഇപ്പൊ ആർക്കാണോ വിയോജിപ്പുള്ളവരെയും കേൾക്കണം. അല്ലാതെ ഒരു ദിവസം രാവിലെ കുറെ പേര് ഇടിച്ച് കയറി ചെല്ലുക, എന്നിട്ട് വീടിന്റെ നെഞ്ചത്തോട് മഞ്ഞക്കുറ്റി ചുമത്തുക. പറ്റിയാലെന്നാ പറഞ്ഞ കേരളം, അത് പറഞ്ഞതും കേരളമാണ്, മറ്റേതല്ല കേരളം. അങ്ങനെയുള്ള യാതൊരു തീരുമാനവും ഈ ഗവൺമെന്റ് എടുത്തിട്ടില്ല. ആ പാവങ്ങൾക്ക് കിട്ടുന്ന കോമ്പൻസേഷനിൽ അവരെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കും. പക്ഷേ അത് നടപ്പാക്കാൻ പറ്റത്തില്ല. LDF സർക്കാരുള്ള കാലത്തോളം നടപ്പാക്കാൻ പറ്റത്തെന്നുള്ള ഈ ശത്രുതയാണ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഇതതിന്റെ വസ്തുത. ഞാൻ നിഷാദിനോട് കാര്യം ചോദിക്കട്ടെ, കേരളത്തിന് വികസനം വേണ്ടേ? നിങ്ങൾ പറയും നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകും, അവിടെ പറയാം അപ്പൊ സ്ഥലം ഉണ്ടെന്നുള്ളവരും ആ തമിഴ്നാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൊതി വരും കേരളത്തെ കുറിച്ച് ഓർക്കുമ്പോൾ. അത് വഴിയേ അറിഞ്ഞോളൂ. സിൽവർ ലൈനിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ഇനി അതെന്ത് ചർച്ച ചെയ്യാം? തൃക്കാക്കരയ്ക്ക് ശേഷം നമ്മൾ ആ ലൈനും കണ്ടില്ല, മഞ്ഞക്കുറ്റിയും കണ്ടില്ല, എടുത്ത് ഓടിയതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പറയും, ഓർമ്മിപ്പിക്കുന്നത് പോലും പേടിയുള്ള കാലത്താണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാ, തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കൊതിയാവും. കാരണം അവിടുത്തെ റോഡുകളൊക്കെ നല്ല കുറച്ച് മെച്ചത്തിലാണ്. ഇവിടുത്തെ പൊതുഗതാഗത മന്ത്രിയെ പറ്റി ഞാൻ പറയുന്നില്ല. പാലം കെട്ടിയാൽ പിറ്റേ ദിവസം വീണ് പോകുന്നതിന്റെ കുറ്റം നമ്മളെ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. ഫറോക്ക് പാലത്തിന് പെയിന്റ് അടിക്കുന്നതല്ല മിസ്റ്റർ വികസനം. കേരളത്തിലെ റോഡ് തകർക്കലല്ല വികസനം. ഞാൻ കൂടുതലൊന്നും ദയവ് ചെയ്ത് കൊണ്ട് പറയിപ്പിക്കരുത്. മറ്റ് സ്റ്റേറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണത്തിന്റെ പോയ 10 വർഷത്തെ ഭരണത്തിന്റെ പരാജയമാണ് എന്ന് അംഗീകരിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോയുടെ വാർത്തകൾ പോലും 1-ാം പേജിൽ അച്ചടിച്ചു വന്ന സാഗൂതം വീക്ഷിച്ചിരുന്ന ഒരു ഭാരതമുണ്ടായിരുന്നു. അത് യെച്ചൂരിയുടെ കാലത്താവട്ടെ, കാരാട്ടിന്റെ കാലത്താവട്ടെ, സുർജിത്തിന്റെ കാലത്താവട്ടെ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇവിടെ BJP ഗവൺമെന്റും സംഘപരിവാർ ശക്തിയും ശക്തിപ്പെട്ട കാലത്ത് ഇടതുപക്ഷത്തിന്റെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ നയിക്കുന്ന കാലത്ത് ആ നിലപാടുകളിലാണ് വെള്ളം ചേർത്തത്. പോളിറ്റ് ബ്യൂറോ എന്ന വാക്ക് നിഷാദ് നിങ്ങളും ഞാനും കേട്ടിട്ട് കാലം എത്രയായി. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.